മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. വീഡിയോ കോൺഫറൻസ് വഴി ശേഖരിച്ച മൊഴികൾ പോലീസ് കോടതിയിൽ ഹാജരാക്കി. പരാതിക്കാരിയുടെ രഹസ്യമൊഴിയെടുക്കാനുള്ള അപേക്ഷയും അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു. പരാതിക്കാരിയുമായി ഉണ്ടായത് ഉഭയസമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമെന്ന വാദം പ്രതിഭാഗം ആവർത്തിച്ചു. സൈബർ അധിക്ഷേപത്തിൽ രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി നൈനാനെതിരെ തുറന്നടിച്ച് പരാതിക്കാരി രംഗത്തെത്തി. തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ അടച്ചിട്ട മുറിയിലായിരുന്നു മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലെ വാദം. രാഹുലിനെതിരെ ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകളും പരാതിക്കാരിയുടെ രഹസ്യമൊഴിയെടുക്കാനുള്ള അപേക്ഷയും പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. ഓൺലൈനായി എത്രയും വേഗം രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് നീക്കം. എന്നാൽ പരാതിക്കാരിയുമായി ഉണ്ടായത് ഉഭയസമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമെന്ന വാദമാണ് പ്രതിഭാഗം കോടതിയിൽ ആവർത്തിച്ചത്. ലൈംഗിക ബന്ധത്തിന് കൺസെന്റ് നൽകുന്നതെന്ന് അവകാശപ്പെടുന്ന പരാതിക്കാരിയുടെ ശബ്ദരേഖ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കി. പരാതിക്കാരിയും രാഹുലും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റും സമർപ്പിച്ചു. ഒരു തവണ കൺസെന്റ് നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് പിൻവലിച്ച ശേഷമുള്ളത് പീഡനമെന്ന് SIT കോടതിയിൽ വാദിച്ചു. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം പൂർത്തിയായതോടെ ജാമ്യാപേക്ഷ ഉത്തരവ് പറയാൻ നാളത്തേക്ക് മാറ്റി. അതിനിടെ സൈബർ അധിക്ഷേപത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സുഹൃത്തും KSU നേതാവുമായ ഫെന്നി നൈനാനെതിരെ തുറന്നടിച്ച് പരാതിക്കാരി രംഗത്തെത്തി. തലയും വാലുമില്ലാത്ത ചാറ്റുകൾ പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാനാണെന്നും അതുകൊണ്ട് പേടിക്കില്ലെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട്. ഞാൻ അടൂർക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ രാഹുലിന്റെ അടുത്ത് പറഞ്ഞു, അതിലും ഭേദം കുറച്ച് വേഷം ഇങ്ങോട്ട് വരുന്നതാണ്, ഇപ്പൊ ഇങ്ങോട്ട് വരരുത്, നമുക്ക് പാലക്കാട് വെച്ച് മീറ്റ് ചെയ്യാം, അമ്മ ചേച്ചി എല്ലാവരും തളർന്നിരിക്കുമെന്ന് പറഞ്ഞു. കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണമെന്ന് പറയുമ്പം എന്നെ സ്ട്രക്ചർ ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടെ മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. എന്നെ കോൾ എടുക്കാതെ രാഹുലിന്റെ സ്റ്റാഫിനെ കൊണ്ട്, ഫസലുണ്ട്, ആലിവിനുണ്ട്, അവരെ കൊണ്ട് ഇങ്ങനെ മാറി മാറി സംസാരിപ്പിച്ച്, ചേച്ചി ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെയാണ്, രാഹുലിനടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ കണ്ണാടിയിലാണ്, മാത്തൂരാണ്, രാവിലെ തൊട്ട് രാത്രി വരെ എന്നെ പാലക്കാട് തന്നെ ഇട്ട് ഞാൻ കറങ്ങുമായിരുന്നു. രാഹുലുമായി കൂടിക്കാഴ്ച ആവശ്യപ്പെട്ട സംഭാഷണത്തിന്റെ ഏതാനും ഭാഗങ്ങളാണ് ഫെന്നി പുറത്തുവിട്ടത്. വിശദമായി സംസാരിക്കാനാണ് കുറച്ചു സമയം ആവശ്യപ്പെട്ടത്. പരാതി നേരത്തെ കൊടുത്തിരുന്നുവെങ്കിൽ മറ്റു 2 പെൺകുട്ടികൾക്ക് ഈ അനുഭവം ഉണ്ടാവില്ലായിരുന്നുവെന്നും പരാതിക്കാരിയുടെ ശബ്ദ സന്ദേശത്തിലുണ്ട്. അതേസമയം സൈബർ അധിക്ഷേപത്തിൽ രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഫെന്നി നൈനാൻ ഹൈക്കോടതിയെ സമീപിച്ചു. രാഹുൽ കേസിലെ പരാതിക്കാരിയെ അധിക്ഷേപിച്ച കേസിൽ മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കലിനെ കോട്ടയത്ത് നിന്ന് പത്തനംതിട്ട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.